If the system of linear equations x plus y plus z is equal to 6, x plus 2y plus 3z is equal to 10, 3x plus 2y plus lambda z is equal to mu, has more than two solutions, then mu minus lambda square is equal to, more than two solution എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? more than two solution എന്ന് പറഞ്ഞാൽ 3 solution 4 solution അങ്ങനെയാണോ? അല്ല, ഇതിലെ പോസിബിലിറ്റി എന്താണ്? more than two solution എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. more than two solution എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം, ഒരു ഇങ്ങനത്തെ ഒരു സിസ്റ്റം തന്നാൽ AX is equal to B ഫോമിലുള്ള ഒരു സിസ്റ്റം തന്നാല്, AX is equal to B എന്നുള്ള സിസ്റ്റം തന്നാല് പോസിബിലിറ്റീസ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ. പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 ആണ്. AX is equal to B എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ എന്താ എഴുതാൻ പോണേ? X is equal to A inverse B അഥവാ adjoint of A times B by determinant of A. ഡിറ്റർമിനന്റ് ഓഫ് A 0 ആണ്. അതുപോലെ adjoint of A times B is non-zero, implies എന്താണ്? no solution. മൂന്നാമത്തെ കേസ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0, adjoint of A times B ഈക്വൽ ടു 0 അല്ല, ഇവിടെ O ആണെങ്കിൽ എന്താണ്? ഇൻഫൈനൈറ്റും വരാം, പിന്നെന്താ? നോ സൊല്യൂഷനും വരാം. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചെയ്യാം, ഒരു വിഷമമില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് A is equal to 0 എന്ന് ആദ്യം കൊടുക്കുക. അപ്പൊ അതിന് ലാംഡ വാല്യൂ കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് A 0 ആണല്ലോ, കാരണം എന്താ? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്തായാലും ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. ഓക്കെ, ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. എന്നിട്ട് കറക്റ്റ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വരുന്ന കേസ് ഏതാണ് എഴുതാണ് വേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പൊ ഡിറ്റർമിനന്റ് ഇത് എഴുതിയെന്ന് വിചാരിക്കണം, അറിയാമെന്ന് വിചാരിക്കണം എല്ലാവർക്കും. ബേസിക് ഐഡിയ ഇതാണ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് A 0 കൊടുത്തിട്ട് ലാംഡ വാല്യൂ കിട്ടുമല്ലോ നമുക്ക്. സോ ഡിറ്റർമിനന്റ് 1 1 1 1 2 3 3 2 lambda 1 2 3 3 2 lambda is equal to 0. So 1 into 2 lambda minus 6 minus 1 into lambda minus 9 plus 1 into 2 minus 6 is equal to 0. Two lambda minus 6 minus lambda plus 9 minus 4 is equal to 0. അപ്പൊ lambda is equal to 1. Lambda is equal to 1 കിട്ടി. Lambda is equal to 1. Okay. Lambda is equal to 1. Determinant of A equal to 0 കൊടുത്തപ്പോൾ നമുക്ക് എന്താണ്? ഈ രണ്ട് കേസുകളും ആവാം. ഏത്? നോ സൊല്യൂഷൻ കേസും ആവാം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസും ആവാം. ഓക്കെ, നോ സൊല്യൂഷൻ കേസും ആവാം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസും ആവാം. നോ സൊല്യൂഷൻ കേസും ആവാം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസും ആവാം. അപ്പോ
ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസ് തന്നെ വരുത്തണം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താ നോക്കാം. 2-3 മെത്തേഡുകൾ പറഞ്ഞുതരാം കേട്ടോ, ബെറ്റർ ഇൻറ്റ്യൂഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ലാംഡ വാല്യൂ കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇങ്ങനെ മാറി. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. പിന്നെ ഏതാ, എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 10. 3x plus 2y plus z is equal to mu. ഇനി നോക്കിയേ, നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ എന്ത് വേണം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വേണം. അപ്പൊ ബേസിക്കലി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ മാട്രിക്സ് ഒന്നൊക്കെ വിട്ടിട്ട് ഞാനിത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ശ്രമിക്കുകയാണ്. 3 ഇക്വേഷൻ 3 എണ്ണം സോൾവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഒക്കെ നടത്തണമല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് വേണ്ടത് 3x plus 2y plus z കിട്ടാൻ. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓക്കെ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യാൻ പോകണം. എന്തിനാന്ന് ഇപ്പം മനസ്സിലാവും കേട്ടോ, എന്തിനാന്ന് ജസ്റ്റ് എന്റെ ഒബ്സർവേഷൻ ആണ്. ഫസ്റ്റത്തേനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യാൻ പോകും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പോകും. അപ്പൊ അതെന്തായി നോക്കിയേ, അപ്പൊ കിട്ടുന്ന സംഭവം നോക്കിയേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 3x plus 2y plus z is equal to 14 കിട്ടി. ആദ്യത്തെ 2 ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് അറിയാം. ആദ്യത്തെ 2 ഇക്വേഷൻ പറയുന്നത് 3x plus 2y plus z is equal to 14 എന്നാണ് അതിന്റെ കോമൺ കണ്ടീഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് നോക്കിയാൽ 3x plus 2y plus z is equal to mu. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ mu 14 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ വന്നു വിചാരിച്ചോ, പക്ഷെ 10 വന്നു. അപ്പൊ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. എന്താണ്, ഇതും തമ്മിൽ ഒരിക്കലും എന്തില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോ സൊല്യൂഷൻ ആണ് അവിടെ. എന്താ പറഞ്ഞത്, mu 14 അല്ലാത്ത ഏതൊരു നമ്പർ വന്നാലും എന്താണ് കഥ, mu 14 അല്ലാത്ത ഏത് നമ്പർ വന്നാലും എന്താണ്, ഇത് 3x plus 2y plus z 14 അല്ലാത്ത ഒരു നമ്പർ, ഇവിടെ 14. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, there is no solution. ഓക്കെ, ഇത് കോൺട്രഡിക്ടറി കണ്ടീഷനിൽ വരാൻ പോകണം. അപ്പൊ mu എന്താവണം, 14 ആവണം. mu 14 ആയാൽ എന്ത് സംഭവിച്ചു, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ആദ്യത്തെ 2 മാറ്റി കുറുക്കിയെടുത്തതാണ്. ആദ്യത്തെ 2 കിട്ടിയ ഒരു സംഭവമാണിത്. ഈ കണ്ടീഷനും പിന്നെ mu 14 കൂടി ആയി വിചാരിച്ചോ, മൂന്നാമത്തേലും mu 14 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇതിലുള്ള എല്ലാ പോയിന്റുകളും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവും. ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്ങിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സും ഇതും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ 3 കൂടി ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ mu വാല്യൂ എന്തായിരിക്കും, 14. എന്താ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ 2 കൂടി ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. മൂന്നാമത്തേന് mu 14 അല്ലാത്ത വേറെ നമ്പർ ആണെങ്കിൽ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാൻ പറ്റില്ല, there is no solution. 14 ആയാലും എന്താ സംഭവിക്കണേ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇതെന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റുകളും ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോ, mu 14 ആയാൽ. അപ്പൊ ഇൻഫിനിറ്റ് സൊല്യൂഷന് mu എന്താവണം, 14 ആവണം. ഇൻഫിനിറ്റ് സൊല്യൂഷന് mu എന്താവണം, 14 ആവണം. ഇനി ചോദിച്ചിരിക്കുന്നത് mu minus lambda square ആണ്, that value is 13. mu minus lambda square ആണ്, that value is 13. mu minus lambda square ആണ്, that value is 13. അപ്പൊ ഇത് മനസ്സിലായി, ഇത് നമ്മൾ എന്താണ് മാട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യണതിനെ കുറിച്ച് ചിന്തിച്ചു. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിരിക്കുക.
a1x plus b1y plus c1z is equal to d1. a2x plus b2y plus c2z is equal to d2. a3x plus b3y plus c3z is equal to d3. അതായത് ax is equal to b ഫോമിലാണ്. ഓക്കെ, ക്രാമേഴ്സ് റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ എന്ന് പറഞ്ഞ സാധനം ഡിറ്റർമിനന്റ് ഓഫ് a1 a2 a3 b1 b2 b3 c1 c2 c3 ആണ്. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിച്ചോ, ഡെൽറ്റ വൺ എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് കോളം ഉണ്ടല്ലോ അത് കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം, d1 d2 d3. ഓക്കെ, പിന്നെ പഴയ പോലെ തന്നെ എന്താണ് b1 b2 b3 c1 c2 c3. ഡെൽറ്റ ടു കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാം, ഫസ്റ്റ് കോളം a1 a2 a3 തന്നെ, തേർഡ് കോളം c1 c2 c3 തന്നെ, നടുവിലത്തെ സംഭവം കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം, d1 d2 d3. ഡെൽറ്റ 3 കിട്ടാൻ ഇതേപോലെ തന്നെ തേർഡ് കോളം കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം, d1 d2 d3. മറ്റേത് തന്നെയാണ്, പഴയ കോൺസ്റ്റന്റുകൾ തന്നെ, കോഎഫിഷ്യൻസ് തന്നെ, a1 a2 a3 b1 b2 b3. ഇനി ക്രാമേഴ്സ് റൂൾ പറഞ്ഞ എന്താണെന്നറിയോ, x is given by delta 1 by delta, y is given by delta 2 by delta, z is given by delta 3 by delta. ഓക്കെ, ഇനി ഡെൽറ്റ നോൺ സീറോ ആയാൽ യൂണീക് സൊല്യൂഷൻ ഉണ്ട്, ഡെൽറ്റ നോൺ സീറോ ആയ യൂണീക് സൊല്യൂഷൻ ഉണ്ട്. ഡെൽറ്റ സീറോ ആയാൽ ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. അതിൽ തന്നെ ഡെൽറ്റ സീറോ ആയതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ന്യൂമറേറ്റർ നോൺ സീറോ ആയി വിചാരിച്ചു, ഡെൽറ്റ സീറോ ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയാൽ എന്താണ്, അപ്പൊ നോ സൊല്യൂഷൻ ആണ്. ഇപ്പൊ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഡെൽറ്റ സീറോ ആവണതിന്റെ കൂടെ തന്നെ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3കളൊക്കെ എന്താവണം, സീറോകളാവണം. ഓക്കെ, അപ്പൊ ആ ഐഡിയ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോണത്. ക്രാമേഴ്സ് റൂൾ ഉപയോഗിക്കാം. ക്രാമേഴ്സ് റൂൾ പ്രകാരം നമുക്കറിയാം ഇവിടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വേണം. അപ്പൊ ഞാൻ ഈ രണ്ടെണ്ണം എടുക്കാൻ പോകും. ഏത് രണ്ടെണ്ണം അറിയാം, ഡെൽറ്റ is equal to 0 ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്, ഡെൽറ്റ 1 equal to 0 കൂടി ഇക്വേറ്റ് ചെയ്യാൻ പോവാം. കാരണം ഡെൽറ്റ 1 നോൺ സീറോ ആയ എന്തായി, നോ സൊല്യൂഷൻ ആയി. ഓക്കെ, ഡെൽറ്റ നോൺ സീറോ ആയ എന്തായി, യൂണീക് സൊല്യൂഷൻ ആയി. ഡെൽറ്റ നോൺ സീറോ ആയാൽ യുണീക് സൊല്യൂഷൻ ആയി മാറി. ഡെൽറ്റ 1 നോൺ സീറോ ആയി, ഡെൽറ്റ സീറോന്റെ കൂടെ ആയാൽ എന്തായി, അപ്പൊ അത് നോ സൊല്യൂഷൻ ആയി മാറി. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഇങ്ങനെ വേണം, ഡെൽറ്റ 0 ഡെൽറ്റ 1 0. അപ്പൊ ഡെൽറ്റ 0 ഇട്ടിട്ട് നമുക്ക് ഓൾറെഡി കിട്ടി, അത് ഞാൻ പ്രത്യേകം ഇനി ചെയ്യണ്ട, ലാംഡ 1 എന്ന് കിട്ടി. ഡെൽറ്റ 1 0 ഇട്ട് കൊടുക്കുക, ഡെൽറ്റ 1 0 കൊടുക്കുക, ഡെൽറ്റ 1 0. ഡെൽറ്റ 1 0 കൊടുക്കുക. ഡെൽറ്റ 1 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഫസ്റ്റ് കോളം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക, നമ്മുടെ കോൺസ്റ്റന്റുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതായത് 6 10 mu, പിന്നെ മറ്റേത് രണ്ടും എന്താണ്, സെയിം ആണ്, 1 2 2 1 3 1 2 2 1 3 ലാംഡ കണ്ടു 1 ആണ്. 6 10 mu 1 2 2 1 3 1 is equal to 0. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, this becomes 6 into 2 minus 6 minus 1 into 10 minus 3 mu plus 1 into 20 minus 2 mu is equal to 0. So minus 24 minus 10 plus 3 mu plus 20 minus 2 mu is equal to 0.
അപ്പൊ mu is equal to 14. mu is equal to 14. നേരത്തെ പോലെ തന്നെ. ശരി, ഇനി ഇതിന് എളുപ്പ വഴി പറഞ്ഞുതരാം, ഷോർട്ട് കട്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം പറഞ്ഞുതരാം. പക്ഷെ ഇതിന്റെ എന്തറിയണം? ജിയോമെട്രി മീനിങ് അറിയണം. ജിയോമെട്രി മീനിങ് അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. ജിയോമെട്രി മീനിങ് അറിയാമെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ ഈ സാധനം ചെയ്യാൻ പറ്റും. ജിയോമെട്രി മീനിങ് ഉപയോഗിച്ച് നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ജിയോമെട്രി മീനിങ് പറയാൻ പോവാ, ശ്രദ്ധിച്ചോട്ടോ. നമ്മുടെ കയ്യില് ഉള്ള ഇക്വേഷനുകൾ ഇതാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. എക്സ് പ്ലസ് 2y പ്ലസ് 3z 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 10. പിന്നെ 3x പ്ലസ് 2y പ്ലസ് ലാംഡ z ഇസ് ഈക്വൽ ടു mu. അപ്പൊ ഇതിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, പ്ലെയിനുകള് ഇതിന് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. ഇനി ഇതിന്റെ ജിയോമെട്രി എന്താ? നമുക്കറിയാം, ഓരോന്നും ഒരു പ്ലെയിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു പ്ലെയിൻ ആണ്, ഇതൊരു പ്ലെയിൻ ആണ്, ഇതൊരു പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിന് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ പല പോസിബിലിറ്റീസ് ഉണ്ട്. എങ്ങനെ? 3 പ്ലെയിൻ കൂടി കോയിൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ 2 എണ്ണം കോയിൻസിഡന്റ് ആയിട്ട് മൂന്നാമത്തെ പ്ലെയിൻ ഇതിനെ കട്ട് ചെയ്യുന്ന പോലെ വരാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 എണ്ണം കൂടി ഇന്റർസെക്ട് ചെയ്തു, എന്നിട്ട് ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എന്താണ്? മൂന്നാമത്തെ പ്ലെയിനിലാവാം. ഓക്കെ, ശ്രദ്ധിക്കണേ, 2 പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. മറക്കരുത്, 2 പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്താൽ യു ഹാവ് എ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. എവിടെ വേണമെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, 2 പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്. അപ്പൊ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആവാനുള്ള പല പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 കൂടി കോയിൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ 2 എണ്ണം കോയിൻസിഡന്റ് ആയി പിന്നെന്താണ്? മൂന്നാമത്തെ പ്ലെയിൻ ഈ ഇതിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നു, ഒരു ലൈനിൽ കട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ ഒരു ലൈനാണ് സൊല്യൂഷൻ. ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. വേറെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്തു, 2 പ്ലെയിൻ കട്ട് ചെയ്തു, 2 പ്ലെയിനും കട്ട് ചെയ്ത് കിട്ടുന്ന സംഭവം ഒരു ലൈൻ ആയിരിക്കും. ആ ലൈൻ മൂന്നാമത്തെ പ്ലെയിനിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് ആലോചിക്കാം. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഇത് കണ്ടപ്പം മനസ്സിലായി എന്ത്? കോയിൻസിഡന്റ് ആയിട്ടുള്ള പ്ലെയിനുകളൊന്നുമില്ല. കോയിൻസിഡന്റ് പ്ലെയിനുകളൊന്നുമില്ല. കോഎഫിഷ്യൻസ് നോക്കിയാൽ മതി. കോഎഫിഷ്യൻസ് പ്രപ്പോർഷണൽ ആവണം. കോഎഫിഷ്യൻസ് ഒരിക്കലും പ്രപ്പോർഷണൽ അല്ല. അപ്പൊ ഇതിൽ കോയിൻസിഡന്റ് പ്ലെയിൻസ് അല്ല. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാല്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആവണമെങ്കിൽ ആദ്യം 2 പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്തു, എന്നിട്ട് കിട്ടിയ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എന്തിലുണ്ടാവണം? 3rd പ്ലെയിനിൽ ഉണ്ടാവണം. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ 2 പ്ലെയിനുകളുടെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? 3rd പ്ലെയിനിലായിരിക്കണം. ആദ്യത്തെ 2 പ്ലെയിനുകളുടെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ 3rd പ്ലെയിനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റത്തെ പ്ലെയിൻ ഇങ്ങനെയാന്ന് വെച്ചോ. ഫസ്റ്റത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 ആണ്. രണ്ടാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 2y പ്ലസ് 3z മൈനസ് 10 ഇസ് ഈക്വൽ ടു 0 ആണ്. ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, ഈ 2 പ്ലെയിനിന്റെയും കൂടി ഇന്റർസെക്ഷൻ, ആ ഇന്റർസെക്ഷനിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്? മൂന്നാമത്തെ പ്ലെയിൻ ഉണ്ടാവേണ്ടത്. വേറെ രീതി പറഞ്ഞാൽ, തിരിച്ചു പറഞ്ഞാല്, ഈ 2 കൂടി പ്ലെയിനും കൂടി ഉണ്ടാക്കുന്ന ഈ 2 പ്ലെയിൻ ഉണ്ടല്ലോ, ഈ 2 കൂടി ഉണ്ടാക്കുന്ന ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, 2 പ്ലെയിനുകൾ തന്നാൽ അതിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ എഴുതാൻ അറിയാം. എന്തായിരിക്കും? ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് സം k1 ടൈംസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് 6 പ്ലസ് സം k2 ടൈംസ് എക്സ് പ്ലസ് 2y പ്ലസ് 3z മൈനസ് 10 ആയിരിക്കും എന്ത് വരെ ഉണ്ടാവുക? നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്ലെയിൻ.
ഏത് 3x plus 2y plus lambda z minus b. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? LHS എഴുതിയിരിക്കുന്ന ആദ്യത്തെ രണ്ട് പ്ലെയിനുകളുടെ ലീനിയർ കോമ്പിനേഷൻ, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി a plane which is passing through the line of intersection of the first two planes. രണ്ട് പ്ലെയിനുകളുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അത് കിട്ടുന്ന പ്ലെയിൻ ആദ്യത്തെ ഈ രണ്ട് പ്ലെയിനുകളുടെ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. കോഎഫിഷ്യൻസ് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. k1 plus k2 ആണ് എന്ത് 3 x കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്തപ്പോ. k1 plus 2k2 ആണ് എന്ത് 2 y കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തപ്പോ. പെട്ടെന്ന് എക്സും വൈയും കോഎഫിഷ്യൻസ് ഞാൻ കമ്പയർ ചെയ്തു. എക്സും വൈയും കോഎഫിഷ്യന്റുകൾ കമ്പയർ ചെയ്തപ്പോ k1 plus k2 3 ആണ്. k1 plus 2k2 എന്താണ് 2 ആണ്. സോൾവ് ചെയ്യുമ്പോൾ k2 is equal to -1 എന്ന് കിട്ടും. k1 is equal to 4 എന്ന് കിട്ടും. k2 is equal to -1 കിട്ടും. k1 is equal to 4. k2 is equal to -1, k1 is equal to 4. ഇനി എന്താ ചെയ്യാം? നമ്മള് z-ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. z-ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടി ലാംഡ വാല്യൂ എന്ന് പറഞ്ഞാൽ k1 plus 3k2 ആണ്. k1 plus 3k2 അഥവാ 4 minus 3 1. യെസ് 1 കിട്ടി. ഇനി കോൺസ്റ്റന്റ് ടേം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മൈനസ് മ്യൂ ആണ് എന്ത് കിട്ടാൻ പോണത് -6k1 -10k2. അപ്പൊ -24 plus 10 -14. അപ്പൊ മ്യൂ is equal to 14 കിട്ടി. ഓക്കെ, അപ്പൊ 3 മെത്തേഡ് ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു, മാട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യണ പോലെ ചിന്തിച്ചു. രണ്ടാമത്തത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചു, ഡയറക്റ്റ് ഫോർമുല. മൂന്നാമത്തത് എന്താണ് ജിയോമെട്രിക്കൽ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചു. ഓക്കെ, 3 രീതിയിലും അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്.